എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീകുമാർ, കെ.സി. വേണുഗോപാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള നമ്മൾ പലപ്പോഴും കേട്ടിരുന്ന വാർത്തയാണ്. ഇപ്പോൾ കനകലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ.സി. ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇത് താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിലൊട്ടാകെ ഇത് ഗുണം ചെയ്യുമെന്ന് കരുതാമോ? അല്ല, അത് നിങ്ങളുടെ ഒരു വാർത്തയാണത്. ഈ വാർത്ത ശരിയാണോ അതോ അത് സംഭവിക്കാൻ പോകുന്നതാണോ എന്ന് വ്യക്തമാക്കേണ്ടത് AICC KPCC ഒക്കെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഈ രാഷ്ട്രീയം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MP-മാരും മത്സരിക്കേണ്ട എന്നൊരു പൊതു തീരുമാനമുണ്ട്. അപ്പൊ ഈ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് കെ.സി. വേണുഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ഒരു താല്പര്യം കൂടി ചിലർക്കുണ്ട് എന്ന് നിങ്ങൾ ധ്വനിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാണ്ട് കെ.സി. വേണുഗോപാൽ വെറുതെ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ, MLA ആയിരിക്കാൻ വേണ്ടി മത്സരിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനമാണ് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി കെ.സി. വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നു എന്നൊരു ധ്വനിയാണ് നൽകുന്നത്. അതിപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ മത്സരിക്കണമെന്നില്ല ഇപ്പോൾ. കാരണം മുഖ്യമന്ത്രി ആയിട്ട് പിന്നെ മത്സരിച്ചാലും മതി, അതൊക്കെ വേറെ വിഷയമാണ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയില് ഇതുവരെ കിട്ടിയ AICCയുടെ ഒക്കെ അവരുടെ ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ എങ്ങനെയാന്ന് വെച്ചാൽ, കേരളത്തിലെ MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ അതൊരു കടുംപിടുത്തത്തിലുള്ള ഒരു തീരുമാനമല്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ചില ഘട്ടങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ MP-മാർ മത്സരിച്ചാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായാൽ, അല്ലെങ്കിൽ കടുത്ത മത്സരം നടത്തി ചിലരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായാലൊക്കെ അവിടെ MP-മാർ മത്സരിച്ചേക്കും. അതിന്റെ തീരുമാനം എന്തായാലും ആയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കെ.സി. വേണുഗോപാലിന്റെ മത്സരത്തെ കുറിച്ച് ഞാനിപ്പോ കേൾക്കുകയാണ്. അത് നിങ്ങളുടെ അതിന്റെ പിന്നിലുള്ള ഒരു വാർത്താ താല്പര്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനമാകും. അല്ല, അതിന് ഈ വാർത്തയ്ക്ക് പിന്നിൽ സാധൂകരണം നൽകുന്ന നിരവധി കാര്യങ്ങളുണ്ടല്ലോ ശ്രീകുമാർ. ഒന്ന്, കനകലുവിന്റെ റിപ്പോർട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കൺസിഡർ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റൊന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി സ്ഥാനമോഹികളുണ്ട്. ഹൈക്കമാൻഡിന് താല്പര്യമുള്ള നേതാവാണ് കെ.സി. വേണുഗോപാൽ. കെ.സി. ആലപ്പുഴയിൽ മത്സരിച്ചാൽ അത് സമീപ മണ്ഡലങ്ങളിൽ, സമീപ ജില്ലകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അങ്ങനെ എന്തു വിധേനയും ഭരണം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്ക് കെ.സി. വളരെ നല്ല ചോയ്സാണ്, സംശയമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല. അതായത് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും, ഈ 3 പേരാണ് ഇന്ന് കേരളത്തിൽ പ്രമുഖരായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി നിയോഗിക്കാവുന്ന 3 സ്ഥാനാർത്ഥികൾ. അതിൽ 2 പേര് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. ഒരാൾ ഇപ്പോൾ MP ആണ്. ആ MP കൂടി മത്സരിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ തന്നെ, ഹൈക്കമാൻഡിന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കിയിട്ട് 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. അതൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് കെ.സി. വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഒരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കോൺഗ്രസ് MP-മാര് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു പൊതുവികാരം UDF അടുത്തതാണ് അധികാരത്തിൽ വരുന്നതാണ്. അപ്പൊ മന്ത്രിമാരൊക്കെ ആവാൻ താല്പര്യമുള്ള ഒരുപാട് MP-മാര് കോൺഗ്രസിലൊക്കെ ഉണ്ട്. ഇല്ലെന്നൊന്നും നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. 2-3 പേരത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അത് ഒരു പൊതു തീരുമാനം ലംഘിക്കപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ രാഷ്ട്രീയമാണ്, ഓരോ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് പാർട്ടിയുടെ നിലപാട് മാറ്റാം. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം ഉണ്ടാകുമോ എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല. ശ്രീകുമാർ, ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. നേരത്തെ ശരണ്യ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ആലപ്പുഴ മണ്ഡലത്തിൽ, ആലപ്പുഴ ജില്ലയിൽ കെ.സി. വന്നാൽ ഉണ്ടാകുന്ന മാറ്റം, അവിടുത്തെ ഈ പറഞ്ഞതുപോലെയുള്ള പലവിധ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.